guys, it's me Zayu. Today we're at Mama's sister home. എൻ്റെ താത്താൻ്റെ വീടാണ് മണ്ണൂർ. ഇന്ന് ഇങ്ങോട്ട് ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിരിക്കുക. എല്ലാവരും ഉണ്ട്. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ട് മണ്ണൂർ വന്നിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു റീയൂണിയൻ വീഡിയോ ആണ് കേട്ടോ. ഇതെൻ്റെ മൂത്താപ്പാൻ്റെ മോളുടെ വീടാണ്, അതായത് എൻ്റെ വല്യച്ഛൻ്റെ മോളുടെ വീട്. അപ്പോൾ താത്ത എങ്ങനെ പ്ലാൻ ഇട്ടു, നമുക്ക് എൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടിയിട്ടൊന്ന് താത്തൻ്റെ വീട്ടിൽ ഒത്തുകൂടാന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. കാരണം നമ്മൾ വല്ല കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു മരണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഫാമിലി ഒന്നിച്ച് കൂടുന്നത്. അപ്പോൾ എൻ്റെ സാബി താത്താടെയും അളയങ്കാൻ്റെയും ഒരു തീരുമാനപ്രകാരം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സാണ്, അതായത് എൻ്റെ മൂത്താപ്പാൻ്റെ മക്കൾ. അപ്പോൾ ഇതെൻ്റെ കാക്കയാണ്, ഇത്താരാണ്. സത്യമായിട്ടും ഞാൻ ഇവരൊന്നും വീഡിയോയിൽ വരുന്ന പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. ഈ അറ്റത്തിരിക്കുന്നത് എൻ്റെ മൂത്താപ്പയാണ്, ഞാൻ താത്തപ്പ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ താത്തപ്പാൻ്റെ മോളുടെ വീട്ടിലാണ് ഇന്ന് ഈ പരിപാടി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടൊന്നുമില്ല, കാരണം ഞങ്ങൾ വലിയ ഫാമിലിയാണ്. എന്നാലും വരാൻ പറ്റുന്ന മിക്ക ആളുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് മനസ്സിന് സന്തോഷം തന്ന ഒരു ഡേ ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഈ ഒരു ലൈഫിൽ എല്ലാവരും ബിസിയാണ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ കുറച്ച് സമയം നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ചേരാനും പഴയ ഓർമ്മകളും പഴയ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഷെയർ ചെയ്തിട്ട് കുറച്ച് സമയം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കഴിയുന്നൊരു സമയമുണ്ടല്ലോ. ഇതിന് എത്രയാണ് ഇതിന് കിട്ടിയൊരു സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഇങ്ങനെയുള്ള പല സംഭവങ്ങളിൽ നിന്നും എനിക്ക് പോകാൻ പറ്റാറില്ല കേട്ടോ. എത്ര ആഗ്രഹിച്ചാലും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോകാൻ പറ്റാറില്ല. പക്ഷേ അന്ന് ഞാൻ പോയി. എൻ്റെ ഷാനും സായും വന്നിട്ടുണ്ടായിരുന്നു. ആദ്യക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ കൂടുമ്പോൾ എന്താണെന്ന് അറിയുമോ, നമ്മുടെ മക്കൾക്കും നമ്മൾ ഇത്രയും റിലേറ്റീവ്സ് നമുക്കുണ്ട്, അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവർക്ക് മക്കൾക്കൊന്നും ഒന്നും അറിയില്ല. അപ്പോൾ എന്താ പറയുക, എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട്. എനിക്ക് ഇപ്പം മൂത്താപ്പയായിട്ട് താത്തപ്പ മാത്രമേ ഉള്ളൂ. എനിക്കെൻ്റെ ഉപ്പാനെ മിസ് ചെയ്യുന്നുണ്ട് നല്ലോണം. ഓൾറെഡി ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ കുറേ ആയിട്ട് എൻ്റെ ഉപ്പാനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഉപ്പ ഇല്ല ഇപ്പോൾ. അപ്പോൾ മക്കൾക്കും അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ സ്നേഹമൊന്നും ഇവിടെയും എനിക്ക് ഉപ്പയും ഉമ്മയും ഇല്ല, എൻ്റെ ഉപ്പയും ഇല്ല. അപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ളതൊരു ഉമ്മ മാത്രമാണ് ഇപ്പോൾ. ഉമ്മാൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ മക്കളൊക്കെ കഴിയുകയെന്ന് പറയുന്നത് ഭയങ്കര അതൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കൂട്ടുകുടുംബം ഒരുമിച്ചിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒച്ചയും ബഹളവും ഒക്കെ. ഒറ്റയ്ക്കുള്ളൊരു ലൈഫും അതിനെക്കാട്ടിലൊക്കെ എത്രയോ രസമാണ്. നമുക്കൊരു മെൻ്റലി ഒരു വിഷമം വരുമ്പോൾ അത് പറയാൻ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ നമ്മളെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ കുറച്ച് ആൾക്കാർ, സന്തോഷമാണെങ്കിലും ഒത്തുചേരുമ്പോൾ ഭയങ്കര ബഹളമൊക്കെ ആയിട്ട് പറയുമ്പോൾ കുറച്ച് ഇമോഷണലി ആവുന്നുണ്ട്. എനിക്ക് സംസാരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ചോറും ബീഫും മോരുകറിയും ഉപ്പേരിയും അച്ചാറും ചമ്മന്തിയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് നാവിലിങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അയ്യോ സ്വർഗം കാണും, അത്രയും നല്ല സ്പൈസി ചമ്മന്തിയായിരുന്നു. അപ്പം ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ട സാബിത്താത്താക്കും വളയങ്കാക്കും എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇത് എന്താ പറയുക, കുറച്ച് സമയമാണ്, ഒരു ദിവസത്തെ കാര്യമാണ്. പക്ഷേ ഈ ഒരു സമയം കൊണ്ട്, ഈ ഒരു ദിവസം കൊണ്ട് എത്രമാത്രം നമുക്ക് ഓർമ്മകൾ കിട്ടിയെന്നറിയോ, എത്രമാത്രം സന്തോഷം നമുക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ഫീല്. ഇതെന്നൊക്കെ നമ്മൾ വിട്ടുപോയാലും ഇതെന്നൊക്കെ മാറിയാലും എന്തൊക്കെ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാലും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. ഒരു കുറച്ച് സമയം നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തെങ്കിലും ഒരു ദിവസം പറ്റുന്ന അത്ര ആളുകളിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് കൂടി നോക്കി നോക്ക്. അങ്ങനെ പറഞ്ഞ് എവിടേക്കൊക്കെയോ എത്തുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. എൻ്റെ ബാബി പാടുന്നുണ്ട്, താത്ത പാടുന്നുണ്ട്, വേറൊരു ബാബി പാടുന്നുണ്ട്, പിന്നെ വേറെന്താ ഞാൻ വിട്ടുപോയത്. അപ്പോൾ ഈ ഇരിക്കുന്നതിലുണ്ട് സാബിത്താത്തയും എൻ്റെ ബാബിമാരും എൻ്റെ താത്താരും. ആ ബ്രൗൺ കളർ ഷാളിട്ടത് എൻ്റെ ലത്തിത്താത്തയാണ് കേട്ടോ. ആളിനെ ഞാൻ എടുത്ത് പറയുന്നത് എന്താണെന്നറിയോ, ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല എൻ്റെ ഫാമിലിയിൽ.
ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല പോകുമ്പം ഇവരിനെ ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നോ, ഇവരൊന്നും വീഡിയോയ്ക്ക് വേണ്ടി ഇരുന്ന് തരുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷേ ലത്തിത്താത്തയാണ് ഫസ്റ്റ് പറയുന്നത് ഈ എടുത്ത മോളെ വീഡിയോ അത് കുഴപ്പമില്ലാന്ന്. അതോടുകൂടെ എല്ലാവരുടെയും മൈൻഡ് മാറി, എല്ലാവരും ഓക്കെ ആയി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ചിലപ്പോൾ ഞാനായത് കാരണമായിരിക്കും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് തന്നത്, അതെനിക്ക് തോന്നിട്ടോ. ഞാനായത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ഇരിക്കാത്തതാണ്. പക്ഷേ എനിക്കത് ഒരുപാട് സന്തോഷമായി എല്ലാവരും ഒന്നിങ്ങനെ കാണിക്കാനൊക്കെ പറ്റുന്നത്. പിന്നെ ഈ വീഡിയോയിൽ വരുന്നതും വരാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, താല്പര്യമാണ് കേട്ടോ. അതെല്ലാം ഞാൻ പറഞ്ഞത് നമുക്കിങ്ങനെ കാണിക്കാൻ ഇഷ്ടമാണല്ലോ, ഇത്രയും ഫാമിലി ഉണ്ട് നമുക്കെന്നൊക്കെ, അതൊരു സന്തോഷമല്ലേ. ചിരിക്കാത്തപ്പാ ഇങ്ങനെ അടിക്ക്. പിന്നെ താത്തപ്പാൻ്റെ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ താത്തപ്പ പറയായിരുന്നു കേട്ടോ, താത്തപ്പാൻ്റെ ലൈഫിൽ താത്തപ്പ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ ഇരുന്ന് കൊടുത്തിട്ടില്ല, ആകെ ലൈസൻസിൻ്റെയും പാസ്പോർട്ടിൻ്റെയും ഒക്കെ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ആദ്യമായിട്ട് നമ്മൾ തിരുത്താണ്, ഇന്ന് എന്തായാലും ഫോട്ടോക്ക് നിന്ന് തന്നേ പറ്റുള്ളൂ. താത്തപ്പാക്ക് ചെറിയ രീതിയിലുള്ള ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എന്നിട്ടും പാവം വന്നു ഞങ്ങളുടെ കൂടെ ഇരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഷാനിങ്ങനെ കൈ ഇങ്ങനെ വെക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ താത്തപ്പ അതുപോലെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ കണ്ടപ്പോൾ. പിന്നെ ഉണ്ണിയപ്പം ഇതിൻ്റെ ഇടയിൽ കാണിച്ചു, ഇതൊക്കെ താത്താരുണ്ടാക്കി കൊണ്ടുവന്ന ഉണ്ണിയപ്പാണ്. അങ്ങനെ താത്തപ്പയും താത്തമ്മയും കുഞ്ഞമ്മായും ഉമ്മയും ഇത്താരും ഇക്കാരുടെ വൈഫും കുട്ടീസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഒരിക്കയുണ്ട് കേട്ടോ, ഒരു വലിയ കാക്കി വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ എൻ്റെ ഫാമിലിയാണ്, എൻ്റെ സ്വന്തം ആൾക്കാരാണ്. ഉപ്പാൻ്റെ തറവാട്ടത്തെ ഏറ്റവും ചെറിയ കുട്ടി ഞാനാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് താഴെ ആരുമില്ല, എല്ലാവരും എൻ്റെ മേലെയാണ്. പിന്നെ ഉള്ളതൊക്കെ പേരക്കുട്ടികളാണ്. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു ഡേ ആയിരുന്നു. നല്ല രസമല്ലേ ഇങ്ങനത്തെ വീട് കാണാൻ, മേലെയൊക്കെ തട്ടടിച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ വേറെ റൂം, പിന്നെ ഭയങ്കര തണുപ്പാട്ടോ ഇങ്ങനത്തെ വീടുകളിൽ. എൻ്റെ ഉമ്മയൊക്കെ വീഡിയോയിൽ നിൽക്കുന്നത് കാണുമ്പോഴേ എനിക്ക് അത്ഭുതം തോന്നുന്നു കേട്ടോ. ക്യാമറയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ പറയും മോളെ എന്നെ കാണിക്കല്ലേ എന്ന്. അങ്ങനത്തെ ഉമ്മ ഇന്ന് ലത്തിത്താത്താൻ്റെ ഒറ്റ ഡയലോഗിൽ അങ്ങോട്ട് വീണു. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ മുന്നിൽ നിന്ന് തന്നിട്ടുണ്ട്. പിന്നെയും 1-2 താത്താരൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ എന്നെ കാണിക്കരുതെന്നൊക്കെ, പക്ഷെ അവരിനതിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരുപാട് സന്തോഷങ്ങളും മനസ്സ് നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, കുറേ സന്തോഷങ്ങളും കുറേ സങ്കടങ്ങളും വേറെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിക്സായി വരുന്നൊരു സംഭവം. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും, പല പ്രതിസന്ധികളിലുമാവും. കൂടെ ഉണ്ടാവില്ല എന്ന് കരുതിയവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടാവും, എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് കരുതുന്നവരൊക്കെ നമ്മളുടെ വഴിയിൽ നിന്ന് തിരിഞ്ഞ് നടന്നു പോവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലൈഫ്. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ നമ്മൾ പരിഗണിക്കുക, തിരിച്ച് സ്നേഹിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ലൈഫ് കളർഫുള്ളാവും. ഉമ്മയും താത്തയും എല്ലാവരും പോയിട്ടോ. പിന്നെ ഞാൻ സ്കൂട്ടിയിൽ പോയത് കാരണം കൊണ്ട് തന്നെ ഞാൻ കുറേ നേരം കൂടി കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ അവിടെ ഇരുന്ന് താത്തപ്പാനോടും കുറേ നേരം സംസാരിച്ചിട്ട് നല്ലോണം ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എന്താ പറയുക, ഇനി ഇത്രയൊക്കെ തന്നെയുള്ളൂ വിശേഷങ്ങൾ, വേറെ ഒന്നുമില്ല. വീണ്ടും വീഡിയോസുമായിട്ട് വരും. കുറച്ച് മടിയുണ്ട്, അതുകൊണ്ടാണ് എപ്പോഴെപ്പോഴും വീഡിയോസുമായിട്ട് വരാത്തത്. എന്തായാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് ഇടാൻ നോക്കൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, മായന്നൂർ ബ്രിഡ്ജിൽ, ഒറ്റപ്പാലം മായന്നൂർ ബ്രിഡ്ജിൽ ഞാൻ ബൺ മസ്ക എന്ന് പറഞ്ഞൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വഴി പോകുന്നവരൊക്കെ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് മറക്കരുതേ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.